രാവിലെ എങ്ങോട്ട് വരുന്നത്? എനിക്കറിയത്തില്ല. നമ്മുടെ സരിതമോളാണല്ലോ. അപ്പച്ചി! ഓ, ഇതായിരുന്നു ആ ദുരന്തം. അമ്മ ഞാനിപ്പോ വരാട്ടാ. നോക്കിട്ട് സുഖനാ? പിന്നെ പെട്ടെടുക്കട്ടാ. അവരെന്തിനാണോന്നും പറയാണ്ട് വന്നേ? അതൊന്നും എനിക്കറിയില്ല. സാധനങ്ങൾ എടുത്തോക്കട്ടെ. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം എന്റെ 2 നല്ല പെർഫ്യൂം എടുത്തോണ്ട് പോയത്. പോയാ ഒളിപ്പിച്ചു ടെറസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. ഷാമ്പു എടുക്കണ്ടേ? മക്കളെ എന്താ അമ്മ തലയില്? ഓ, ഡൈ അടിച്ചാടി. താളി ചേച്ചി ഒട്ടിച്ച ചോലുണ്ട്. പൊളിച്ചിട്ട് അത് പിടിച്ച് വലിക്കും. ഞാൻ പിടിച്ച് വലിച്ചു പോയാ. ചേച്ചി, ചേട്ടാ, വായോ, എന്താ നടക്കണ്? പറ്റല്ലേ? ഡ്രസ്സൊന്നും കൊടുക്കില്ലല്ലോ. കുഴപ്പമില്ല. ഇല്ല, അതൊന്നും എടുക്കില്ല. എന്നാലും പറയാൻ പറ്റത്തില്ല. എടുക്കെടുക്ക് മൊത്തം കാലിയാക്ക്. നീ എന്താടി മോളെ വിളിക്കാണ്ട് വന്ന്? എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഓ, വലിയ സർപ്രൈസ് ആയി പോയി. എന്ത് എന്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ പ്രത്യേകം വിളിച്ചു വരണം? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ പുണ്ണി, ഇവനകം മെലിഞ്ഞു പോയല്ലോ. ഇവനെ തിന്നാനും കൊടുക്കുന്നില്ലേ? ഇത്ര വയറില്ല, ഞാൻ മെല്ലിയതാ. അമ്മ ഇങ്ങനെ നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പച്ചീനെക്കാട്ട് നല്ല ടേസ്റ്റ് അല്ലേ ഫുഡ്. 6 നേരം എന്നുള്ളത് 4 നേരമാക്കി കുറച്ചിട്ടുണ്ട്. അതിന്റെ കുറവാ. ചേട്ടന് മോശമൊന്നും അല്ല. ഓ ചേച്ചി, കുറച്ച് നാരങ്ങൾ എടുത്ത് കുടിക്കാൻ. ഉപ്പ് മതിയേ? നാരങ്ങ ഇല്ല. സ്ക്വാഷ് മതി. അയ്യ, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കാറില്ല സരിത. പിന്നെ എന്തുണ്ട് കുടിക്കാൻ? സാധാരണ പച്ചവെള്ളം മതിയാവുക. ആ ചേച്ചി മുട തുടങ്ങിയല്ല. ജാടയാടി, അത് കാര്യമാക്കണ്ട. അതൊക്കെ വിട്. നീ നിന്റെ വിശേഷങ്ങൾ പറയടി. ഓ, എനിക്കെന്ത് വിശേഷം ചേട്ടാ. പിന്നെ ആ പെണ്ണ് ഭയങ്കര പഠിത്താണ് ചേട്ടാ. ഏത് പെണ്ണാടി? എന്റെ മോള്. അവൾ ഇപ്രാവശ്യം PSC വാങ്ങുന്നുള്ള വാശിയില. ഇവിടെ സഞ്ജുവും ഭയങ്കര പഠിത്തവാ. ആണോ? അവൻ PSC ജയിച്ചേ അടങ്ങുന്ന ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുക. കണ്ടാ മതി. അല്ല, പിള്ളേരവിടെ പോയി? വാട പിള്ളേരെ, ഇതെന്ത് പതുങ്ങിക്കണ്? ഇങ്ങട് വാ. അപ്പൊ ചെപ്പോന്ന് നിന്റെ വ്ലോഗൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടാ. മേക്കപ്പ് ഇത്തിരി കൂടുതലാണല്ലേ? കുറച്ച്. ബാക്കി എന്റെ ഒറിജിനൽ സൗന്ദര്യം. ഓ, നിനക്ക് സൗന്ദര്യം കൂടിയപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊ ഇത് മേക്കപ്പ് ഇട്ടതാണല്ലേ. അയ്യോ കൃഷ്ണേ, നീ എന്താ മിണ്ടാണ്ടിക്കണേ? അല്ല, ഗ്യാപ്പ് തന്നാ ഞാൻ മിണ്ടായിരുന്നു. നീ മിണ്ടിക്കോ. ഹായ്, മുടി നല്ല നീളം വെച്ചോട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നതേക്കാണ് കനം വന്നു. ഇത് വെളിച്ചെണ്ണ തേക്കണ നീ? സാധാ വെളിച്ചെണ്ണ. ചേച്ചി, നിങ്ങൾക്ക് എണ്ണ ഏതാണ് കാച്ചി കൊടുക്കണത്? ഓ, അവളൊന്നും തേക്കാറില്ല. ഒന്നും തേക്കാറില്ലേ? അതെ, നീ ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ വല്ലതും പഠിച്ചാ? കഴിഞ്ഞ പ്രാവശ്യം നിന്റെ ചിക്കൻ കറി കഴിച്ചിട്ട് 2 ദിവസം ഞാൻ ബാത്റൂമിൽ കയറി ഇറങ്ങാണ്ട് പോയി. ഇപ്രാവശ്യം വായിക്ക് രുചിയെ വല്ലതും തരണോട്ടാ. അല്ല, സഞ്ജയ് എവിടെ പോയി? ഞാൻ പറഞ്ഞില്ലേടി, അവൻ PSCക്ക് പഠിച്ചോണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാൻ അവൻ ഇന്ന് കണ്ടിട്ട് വരാം. ഇന്നൊരു സേഫ്റ്റിക്ക് ഞാനും വരാം. നീ ഒന്നും വരണ്ട, പാടാറും. ആ, ഞാൻ വരണം. അവളൊരു കറുത്ത സാരിയും ഒരു ബാഗും. നിന്റെ മുടി ഇന്ന് കണ്ണു വെച്ച് പോകും. അയ്യോ, ഓ, എൻ്റെ മോള് കണ്ണു വെച്ചങ്ങ് പോകും. അവള് വന്നപ്പോഴേ എല്ലാത്തിൻ്റെ മോന്ത കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നു. നിനക്ക് അവള് വന്നത് ഇഷ്ടമായില്ല, എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എല്ലാരും കയറി ചൊറിഞ്ഞാ ഇഷ്ടപ്പെടും. അവളെല്ലാവരും ചൊറിയാൻ വന്നു. അവൾ അവക്കടെ അമ്മയെ കാണാൻ വന്നു. അവളുടെ കൂടെ പുറപ്പിനെയൊക്കെ അവനെ ഒന്ന് കാണണം, പിള്ളേരെയൊക്കെ ഒന്ന് കാണണം എന്ന് മാത്രമേ അവള് വിചാരിച്ചോളൂ. ചൊറിഞ്ഞു. എന്ത് ചൊറിഞ്ഞു?
എന്റെ മേക്കപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞതോ? എടി കൂടുതലുണ്ട് നിനക്ക് മേക്കപ്പ്. എനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കണക്കായി പോയി. ഇതാ ഓ അവക്ക് കുറവൊന്നുമില്ല. അവൾ ഒരുപാട് വാരി തേച്ചിട്ടാന്നല്ലോ ഇപ്പം വന്നിട്ട് ഇവിടെ ഇരുന്നത്. എടി അവളൊരു ആഭരണം പോലും ഇട്ടിട്ടില്ല. ഏതാണ്ട് കറുത്ത ഇറടയിൽ ഏതാണ്ട് കമ്പു ചുറ്റി കെട്ടിയിട്ടിരിക്കുന്നു. അവളൊന്നും ഇട്ടിട്ടില്ല. എന്തോരിങ്ങന്നാ പറയുന്നേ? അത് അവളെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് അവൾക്ക് സ്വർണ്ണമൊന്നും ഇല്ലാത്ത. ഓ നിനക്ക് കുറെ സ്വർണ്ണമുണ്ട്, ഒക്കെ മുക്കുണ്ടോ.